4 പതിറ്റാണ്ടോളം ഇടതുമുന്നണി ഭരിച്ച ഗ്രാമപഞ്ചായത്തായിരുന്നു വട്ടംകുളം. എന്നാൽ കഴിഞ്ഞ തവണ ഇടതാധിപത്യം അവസാനിപ്പിച്ച് UDF ഭരണം പിടിച്ചെടുത്തു. ആധിപത്യം തിരിച്ചുപിടിക്കാൻ ഇടതുമുന്നണിയും പഞ്ചായത്ത് നിലനിർത്താൻ UDFും കഴിഞ്ഞ തവണ നേടിയ 2 സീറ്റിൽ നിന്ന് ഭരണം ലക്ഷ്യമാക്കുന്ന BJPയും കളത്തിലിറങ്ങുമ്പോൾ ആവേശ പോരാട്ടത്തിനാകും വട്ടംകുളം സാക്ഷ്യം വഹിക്കുക. ഒരു കാലത്ത് CPMന്റെ ഉറച്ച കോട്ടയായിരുന്നു വട്ടംകുളം ഗ്രാമപഞ്ചായത്ത്. 40 വർഷത്തോളം നീണ്ട തുടർ ഭരണത്തിന് ശേഷം കഴിഞ്ഞ തവണ UDF വട്ടംകുളം പിടിച്ചെടുത്തു. കഴിഞ്ഞ തവണ ആകെ ഉണ്ടായിരുന്ന 19 സീറ്റിൽ 9 സീറ്റ് UDFും 8 സീറ്റ് LDFും നേടിയപ്പോൾ ചരിത്രത്തിലാദ്യമായി 2 സീറ്റ് BJP നേടി. ഇതിനിടെ CPM മെമ്പർ മരണപ്പെട്ടതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPM വിമതൻ സ്വതന്ത്രനായി മത്സരിച്ച് UDFന് പിന്തുണ നൽകി. ഇത്തവണ ഭരണം നിലനിർത്താൻ UDFും നഷ്ടപ്പെട്ട ആധിപത്യം തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷവും അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. അതേസമയം സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിൽ BJPയും കളത്തിൽ സജീവമാണ്. പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ നേട്ടമാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. ജില്ലയിൽ തന്നെ വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് നടത്തിയത്. ഏകദേശം 568ഓളം ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടുകൾ നൽകാൻ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് നമ്മുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ ഏകദേശം 90% കാര്യങ്ങൾ നടപ്പാക്കാൻ നമുക്ക് സാധിച്ചു. ജനങ്ങളുടെ വിഷയങ്ങൾ 100% അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിയാണ്. ആ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ വികസന പ്രവർത്തനം കഴിഞ്ഞ 45 കൊല്ലമായിട്ട് CPM ഭരണസമിതിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് 5 വർഷക്കാലത്തിനകം ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് ജനങ്ങള് നല്ലവണ്ണം ഉൾക്കൊള്ളുകയും അതോട് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. എന്നാൽ ശക്തമായ സംഘടനാ സംവിധാനവും നിലവിലെ ഭരണസമിതിയോടുള്ള എതിർപ്പും നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാൻ വഴിയൊരുക്കുമെന്ന് CPMും കരുതുന്നു. രാഷ്ട്രീയ സംവിധാനങ്ങളിൽ വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് LDFനുള്ളത്. താൽക്കാലികമായി തട്ടിക്കൂട്ട് നിലവിൽ വന്നിട്ടുള്ള UDFന്റെ ഭരണത്തിനെതിരെ, അവരുടെ അഴിമതിക്കെതിരെ, വാഗ്ദാന ലംഘനങ്ങൾക്കെതിരെ വ്യാപകമായ അതിർത്തി വന്നിട്ടുണ്ട്. ഒരു സംശയമില്ല, നല്ല ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ വരാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. നിലവിലെ 2 മെമ്പർമാർ അവരുടെ വാർഡുകളിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ വാർഡുകളിൽ വിജയം കൊണ്ടുവരുമെന്ന് BJPയും പ്രതീക്ഷിക്കുന്നു. വളരെയധികം മികച്ച രീതിയിലാണ് 2 മെമ്പർമാരുടെയും ഈ 5 വർഷ കാലയളവ് ജനങ്ങൾ വിലയിരുത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും പല കാര്യങ്ങൾക്കും മുന്നിൽ നിന്നുകൊണ്ട് മറ്റുള്ള മെമ്പർമാരെക്കാൾ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ വാർഡുകളിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ 2 മെമ്പർമാരുടെയും പ്രവർത്തനം ജനങ്ങൾ വിലയിരുത്തിയതാണ്. BJP ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് ഭരണം പിടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം രാഷ്ട്രീയവും ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പിൽ മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തി നേട്ടമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് 3 മുന്നണികളും. അമൃത ന്യൂസ്, മലപ്പുറം.